പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണം ശ്രദ്ധേയമായി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ആദരം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വേറിട്ട അനുഭവമായി. നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര, കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കായിരുന്നു സ്വീകരണം. പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ട്രസ്റ്റ് ചെയർമാൻ അബ്ദുള്ള വൈലോളി അധ്യക്ഷത വഹിച്ചു. അതുകൊണ്ട് നമുക്കൊക്കെ ഒന്നായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം. പ്രിൻസിപ്പൽ ഡോക്ടർ MK മധുസൂദനൻ, പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷ ടീച്ചർ, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ്, നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ മൂന്നാംകുനി, വേളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മുജീബ് റഹ്മാൻ, തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന P, സഫിയ വയലോളി, ട്രസ്റ്റ് ഭാരവാഹികളായ TTK അഹമ്മദ് ഹാജി, TTK ഖാദർ ഹാജി, VP ഹമീദ്, CK മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് ആളുകളെ നമ്മുടെ മെഡിക്കൽ കോളേജ് ആയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ താലൂക്കുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, താലൂക്ക് ആശുപത്രികളെല്ലാം സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെ പൊതുവെ ഒരു സ്വഭാവം, സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ആതുരാലയങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സംവിധാനം തന്നെ മോശമാണ് എന്നുള്ള തരത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഒരു പ്രചാരവേദനയുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഏറ്റവും നന്നായി നമ്മുടെ ഈ ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ആതുരാലയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും മെച്ചപ്പെടുത്തേണ്ടത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമുക്ക് ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകൾ നമുക്ക് നൽകപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നാട്ടുകാരെയും, അതുപോലെ തന്നെ പ്രത്യേകം രക്ഷിതാക്കളെയും, സ്കൂളുകൾ മുഖേനയും, അതുപോലെ നമ്മുടെ ഓരോ മേഖലകളിലും ഓരോ സംഘടന വഴിയും നമുക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്താം. അതുമാത്രമല്ല, ലഹരി വിരുദ്ധ സമിതികൾ നമുക്ക് ഓരോ സ്ഥാപനങ്ങളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി വിരുദ്ധ സമിതി രൂപീകരിച്ച് അവർ മുഖേന അത് തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയും. അവരുടെ നിയന്ത്രണത്തിൽ എന്തൊക്കെയാണ് ആ സ്ഥാപനങ്ങളിൽ നടത്തുന്നത്, അതിനെ തടയാനുള്ള ഒരു ഉപകാരപ്രദമായിരിക്കും ഇത്തരത്തിലുള്ള സമിതികൾ. പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മൾ സർക്കാർ തരുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നല്ലാണ്ട് ആ വികേന്ദ്രീകരണത്തിൽ, അധികാര വികേന്ദ്രീകരണത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖല കൈവിട്ട് തന്നില്ല എന്നുള്ളത് ഒരു പരിമിതിയായി കാണുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു ചോദ്യം അത് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സിസ്റ്റർ സൊസൈറ്റിയിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് ന്യൂജൻ കോഴ്സുകളുണ്ട്. ആ ന്യൂജൻ കോഴ്സുകൾ ഈവൻ PSC പോലും അതിൻ്റെ മാനദണ്ഡമായി അംഗീകരിക്കാത്തത് വലിയൊരു ഇഷ്യൂ ആണ്. നിലവിലെ അനുഭവസ്ഥ എന്നുള്ള നിലയിൽ ഞാൻ പോലും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് എല്ലാവരുടെയും പ്രതിനിധികൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത്, അതായത് 84-ലാണ് PSC മാനദണ്ഡം പരിഷ്കരിച്ചിട്ടുള്ളത്. ആ PSCയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങളെങ്കിലും മാറ്റാനുള്ള ഇടപെടൽ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഭാഗമായി ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ. കുഞ്ഞബ്ദുള്ള മരുന്നോളി സ്വാഗതവും ഇസ്മായിൽ പൊയിൽ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വളയം, വാണിമേൽ, നരിപ്പറ്റ, കായക്കൊടി, പുറമേരി എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, തൂണേരി, കൂത്തുപറമ്പ്, കുന്നുമ്മൽ, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളും വിവിധ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരടക്കം 50ഓളം ജനപ്രതിനിധികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു.